ഏവർക്കും നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ വിഷയത്തിലേക്ക് സുസ്വാഗതം. നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസം 12-ാം തീയതി, അതായത് 1200 മിഥുനമാസം 28-ാം തീയതി ശനിവാരം, ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ശനിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:13 അസ്തമയം വൈകിട്ട് 6:47 ആകുന്നു. ശനിയാഴ്ചത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. കറുത്തപക്ഷം 5-ാം തീയതി വരെ പ്രായണ ചന്ദ്രൻ ബലവാനാണ്. നാളത്തെ നക്ഷത്രവും തിരുവോണം നക്ഷത്രമാകുന്നു. ഉത്രാടം കഴിഞ്ഞു. നാളെ മുഴുവൻ ദിനവും തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നൊരു നക്ഷത്രമാകുന്നു. പ്രായണ നാളത്തെ ദിനം നമുക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായി സ്വീകരിക്കാവുന്നൊരു ദിനമാകുന്നു. കാരണം തിഥി കുഴപ്പമില്ല, നക്ഷത്രവും നല്ല നക്ഷത്രമാകുന്നു. ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു. ഉത്രാടം, തിരുവോണം, അവിട്ടം അതിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രം. നാളെ നിങ്ങൾക്ക് ശനിയാഴ്ച തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാകുന്നു. അപ്രകാരം ശനിയാഴ്ചയാകുന്നു. അതിനാൽ നാളെ നിങ്ങൾക്ക് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയും ഹനുമാനുമുള്ള ക്ഷേത്ര സങ്കേതത്തിൽ ചെന്ന് അവിടെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം വഴിപാടെ സമർപ്പിക്കാം. ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് വളരെ ഭംഗിയായി തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന ഓം ഹം ഹനുമതേ നമഃ എന്ന ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ എല്ലാ ശൈവേദ് ഗോഡിലും പെടുന്നു ഹനുമാൻ. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന. വിഷുവിനാണെങ്കിൽ നിങ്ങൾക്ക് തുളസിമാല പാൽപ്പായസം ഞാൻ വഴിപാട് പറഞ്ഞു. അപ്രകാരം തന്നെ നാരായണ കവചമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. നാളത്തെ ശുഭമുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ കാലത്ത് രാഹുകാലം കഴിഞ്ഞുള്ള സമയം 10:45 മുതൽ 12:45 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ല മുഹൂർത്തമായി സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട തിരുവോണ നാളുകാർക്കും നാളെ നല്ലൊരു ശുഭകരമായ ദിനത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.